അങ്ങനെ സംഭവ ബഹുലവും ഉദ്വേഗജനകവുമായിട്ടുള്ള 2024 പൊതു തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. റിസൾട്ടും വന്നു കഴിഞ്ഞു. റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഓരോ മുന്നണിയും നേടിയിട്ടുള്ള സീറ്റിന്റെ നില എത്രത്തോളം, ആ കണക്കുകൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇതാ എനിക്ക് രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ 2019 കണക്കും ഒപ്പം തന്നെ 2024 കണക്കും കാണാൻ സാധിക്കും. 2024 കണക്കിലേക്ക് നമ്മൾ വിശദമായി എത്തുമ്പോൾ UDF വമ്പിച്ച നേട്ടം തന്നെ. UDF 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 18 UDF സ്വന്തം. LDF ആകട്ടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു സീറ്റിലേക്ക് കനൽ ഒരു തരിയായി തന്നെ തുടരുന്നു. ഒരു സീറ്റിലേക്ക്, ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒതുങ്ങുന്നു. NDA ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നു. തൃശൂർ സുരേഷ് ഗോപിയിലൂടെ NDA എടുക്കുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞൊരു പുതു ചരിത്രം അവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതേ കണക്ക് 2019 എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, 2019 കേരളത്തിലാകെ അലയടിച്ചത് UDF തരംഗമായിരുന്നു, രാഹുൽ തരംഗമായിരുന്നു. അങ്ങനെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 UDF ഒപ്പമുണ്ടായിരുന്നു. അപ്പോഴും LDF ഒരു സീറ്റിൽ മാത്രമായി ഒതുങ്ങേണ്ടി വന്നു. അപ്പോഴാണ് കനൽ ഒരു തരിയെന്ന് ആലപ്പുഴയിൽ ആരിഫിലൂടെ കനൽ ഒരു തരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ആലപ്പുഴയിൽ നിന്നും ആലത്തൂരിലേക്ക് എത്തി ഇതാ കനൽ ഒരു തരിയായി തന്നെ നിന്നു. പക്ഷേ BJPക്ക് സീറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും ഒരു സീറ്റ് എന്നുള്ള ഒരു വളർച്ചയിലേക്ക്, ഒരു ചരിത്ര നേട്ടത്തിലേക്ക് NDA BJP കേരളത്തിലെത്തി. UDF ആകട്ടെ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൃശൂർ TN പ്രതാപൻ മാറി, മുരളീധരൻ വരുന്നു. പക്ഷേ നേടിയെടുക്കാനാകുന്നില്ല സീറ്റ്. സുരേഷ് ഗോപി ജയിക്കുന്നതിലൂടെ തൃശൂർ കൈവിട്ടു പോകുന്നു. ഒപ്പം തന്നെ ആലത്തൂര് രമ്യ ഹരിദാസിന്റെ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് തോൽക്കുന്നു. K രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിക്കുന്നു. ആ തരത്തിൽ പക്ഷേ ഭേദപ്പെട്ട രീതിയിൽ തന്നെ വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ UDF നിലനിർത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ CPM-നാകട്ടെ LDF-നാകട്ടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു തരത്തിലും ഒരു ഭേദപ്പെട്ട മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയാതെ പോവുകയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്.